ബഹുമാനം കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ്. നാം ബഹുമാനിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, നമുക്കങ്ങനെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. വലുപ്പ ചെറുപ്പമില്ലാതെ, ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, സമ്പത്തിൻ്റെയോ തൊഴിലിൻ്റെയോ അടിസ്ഥാനത്തിലൊന്നും യാതൊരു വ്യത്യാസവും കാണാതെ എല്ലാവരെയും നല്ല രീതിയിൽ ബഹുമാനിക്കുക എന്നതു മാത്രമാണ് നമുക്ക് ആളുകളിൽ നിന്ന് ബഹുമാനവും ആദരവും റെസ്പെക്റ്റും ലഭിക്കാനുള്ള ഏക മാർഗം. നമുക്ക് റെസ്പെക്റ്റ് ലഭിക്കണമെങ്കിൽ നാം അത് നിറയെ കൊടുത്തിരിക്കണം. റെസ്പെക്റ്റ് എന്നത് ഒരു 2 വേ സ്ട്രീറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു തെരുവാണ്. ഈ തെരുവിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമുക്ക് എന്തെങ്കിലും തിരിച്ചിങ്ങോട്ട് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും യാതൊരു വ്യത്യാസവുമില്ലാതെ, വലുപ്പ ചെറുപ്പമില്ലാതെ, ഒന്നിൻ്റെയും മാനദണ്ഡമില്ലാതെ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കുക എന്നതാണ് റെസ്പെക്റ്റ് നമുക്ക് ലഭിക്കാനുള്ള കാരണം. ആ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വികാരമാണ് ബഹുമാനം എന്നത്, റെസ്പെക്റ്റ് എന്നത്. റെസ്പെക്റ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പറയാറുണ്ട്. സ്നേഹത്തിൽ നിന്നുള്ള ബഹിസ്ഫുരണമാണ്, അതിൻ്റെ പ്രകടനമാണ് ബഹുമാനം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അതിൽ നിന്ന് ഒരുപോലെ ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. നാം മറ്റുള്ളവരെ ബഹുമാനിച്ചാൽ അവർ നമ്മെ തിരിച്ചു ബഹുമാനിക്കും, തിരിച്ചു സ്നേഹിക്കും, പരിഗണിക്കും, ആദരിക്കും. അവർ നമ്മുടെ സാന്നിധ്യത്തെ ആസ്വദിക്കും. കൂടുതൽ നമ്മുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് ചേർന്നു നിൽക്കും. അങ്ങനെ അവർ നമ്മളെ വിലയിരുത്തുന്നത് നല്ല ഒരു വ്യക്തിയായിട്ടായിരിക്കും. അവർ പറയും, അവൻ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്, എല്ലാവരോടും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരാളാണ് എന്ന്. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നാം എല്ലാവരെയും സമന്മാരായി കണ്ട് എല്ലാവർക്കും സ്നേഹവും എമ്പതിയും കമ്പാഷൻസും ഒക്കെ നൽകിക്കൊണ്ട് അവരെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നല്ല ഒരു വ്യക്തിത്വമായി രൂപപ്പെടുത്തിയെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത്. ഒന്നാമതായി നാം പറഞ്ഞത്, നാം ഒരു നല്ല വ്യക്തിത്വമാണ് എന്ന് തീരുമാനിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ നല്ല ഒരു വ്യക്തിത്വമാണ് എന്ന്. അങ്ങനെയാകുമ്പോൾ നല്ല ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു പ്രചോദനം വരും. അതുകൊണ്ട് ആദ്യമായി അംഗീകരിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമൊക്കെ നമ്മൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഒരു മടിയുമില്ലാതെ വർക്കഹോളിക്കായിക്കൊണ്ട് ഉന്മേഷത്തോടു കൂടി ഏറ്റെടുത്ത എല്ലാ പണിയെയും എല്ലാ ജോലിയും സമയബന്ധിതമായി ചെയ്തു തീർക്കുക എന്നതാണ്. മൂന്നാമതായി ആരോടും അസൂയയോ കുശുമ്പോ കുന്നായ്മയോ ഒന്നുമില്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുകയും മറ്റുള്ളവരുടെ വിജയത്തിലും അവരുടെ ഉന്നമനത്തിലും അവരുടെ അച്ചീവ്മെന്റിലുമൊക്കെ നമ്മൾ സന്തോഷിക്കുകയും മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അനുമോദിക്കുകയും ചെയ്യുക എന്നതാണ്. നാലാമതായി, ഒരാളെയും അവരുടെ ഭാഷയോ അവരുടെ സംസാരമോ അവരുടെ രൂപ ഭംഗിയോ അവരുടെ ഭാവമോ അവരുടെ പെരുമാറ്റമോ ആറ്റിറ്റ്യൂഡോ കണ്ടുകൊണ്ട് നമ്മളൊന്നും വിലയിരുത്താൻ, ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല. അവരാ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് ആ ഒരു പെരുമാറ്റം അങ്ങനെ പെരുമാറി എന്നത് മാത്രമേ ഉണ്ടാകൂ. അതിനപ്പുറത്ത് അവരിൽ മറ്റൊരു വ്യക്തിത്വം ഉണ്ടാകും. അതുകൊണ്ട് ആരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കുക എന്നതാണ്. മറ്റൊന്ന്, നമ്മളാണ് ശരി, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, അതിൽ പിടിച്ചു തൂങ്ങി താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ഒരു കടുംപിടുത്തത്തിന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ്. അതുപോലെ സ്നേഹം മനസ്സിലൊതുക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകൾ എല്ലാവരെയും നാം സ്നേഹിക്കുകയും അവർക്കൊക്കെ അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് അനുഭവഭേദ്യമാക്കുകയും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിൽ ആളുകളുമായി നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക എന്നതാണ്.
അതുപോലെ തെറ്റുകൾ സാധാരണമാണെന്നും മനുഷ്യ സഹജമായ തെറ്റുകൾ ഉണ്ടാകുമെന്നും തെറ്റ് ആർക്കും പറ്റാവുന്നതാണെന്നും മനസ്സിലാക്കി എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ കഴിയുക എന്നതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒരു സ്വഭാവം. അതുപോലെ ജീവിതത്തിൽ നാം പാലിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങളും മറ്റും മാത്രം നൽകുക. പാലിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനമോ ഒരു വാക്കോ ആർക്കും നൽകാതിരിക്കുക. വാക്കു പറഞ്ഞാൽ അത് പാലിക്കാനുള്ളതാണ് എന്ന ബോധത്തോടു കൂടി പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരെയും ബഹുമാനിക്കുക എന്നതാണ്. ബഹുമാനം എന്നത് കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. നമ്മൾ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടണമെങ്കിൽ നാം ആളുകളെ തരംതിരിവില്ലാതെ ആരെയും നിസ്സാരമായി കാണാതെ എല്ലാവരെയും ബഹുമാനിക്കുക എന്നതാണ്. ജോലിയുടെയോ സമ്പത്തിൻ്റെയോ ശാരീരിക ഘടനയുടെയോ തറവാടിൻ്റെയോ മഹിമയുടെയോ ഒന്നും പേരിൽ ആരെയും നിസ്സാരവൽക്കരിക്കാതെ എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് അവരുടെ എല്ലാം സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ നമ്മുടെ മുന്നിൽ നിർത്തുന്നത് എന്നതും അവരുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നും ആ ആത്മാവ് ദൈവീകമാണെന്നും അത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നൽകപ്പെട്ട ഒന്നാണ് എന്നും മനസ്സിലാക്കി എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരെയും സമന്മാരായി കണ്ട് അവരെയെല്ലാം ഒരുപോലെ ആദരിക്കാനും സ്നേഹിക്കാനും ഒരുപോലെ ബഹുമാനിക്കാനും നാം തയ്യാറാകുക എന്നതാണ് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന വലിയ ഒരു ഘടകം. നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. എല്ലാ ദിവസവും അനുനിമിഷവും നമുക്ക് ആളുകളുമായി ഇടപഴകണം. നമ്മുടെ സർവൈവലിന്, നമ്മുടെ അതിജീവനത്തിന് ആളുകളുടെ സപ്പോർട്ടും ആളുകളുടെ സാന്നിധ്യവും ഒക്കെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകളുമായി ഇടപഴകുമ്പോൾ എല്ലാവരെയും സമന്മാരായി കണ്ട് അവർക്കെല്ലാം ഒരുപോലെ ആദരവും ഒരുപോലെ ബഹുമാനവും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ നൽകാൻ നമുക്ക് കഴിയണം. നാം നൽകുന്ന ബഹുമാനവും ആദരവും ഒന്നും ആളുകളുടെ നിലവാരം അളന്നുകൊണ്ടാകരുത്. നാം എത്ര നിസ്സാരമായി കാണുന്ന ആളുകൾക്കും ഈ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട്. അവരും ഈ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളികളാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു ചെറിയ ജോലി എന്ന് ഞാൻ പറയുകയില്ല, അല്ല എങ്കിൽ പോലും സമൂഹത്തിൽ പൊതുവെ ചെരുപ്പ് കുത്തുന്ന ആളുകളെ നമ്മൾ ഒരു തെരുവോരങ്ങളിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. എന്നാൽ നമ്മളൊരു ടൗണിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ വാറൊന്നു പൊട്ടിയാൽ നാം ആദ്യം നോക്കുന്നത് ഈ പരിസരത്ത് ചെരുപ്പ് തുന്നുന്ന ആരെങ്കിലും ഉണ്ടോ, ചെരുപ്പ് കുത്തികൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഇല്ല എന്ന് മനസ്സിലായാൽ നമ്മൾ വിഷമത്തോടു കൂടി ആ ചെരുപ്പ് കയ്യിൽ പിടിച്ച് നഗ്നപാതരായി നടന്നു പോകുന്ന വഴിക്കെങ്ങാനും ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടാൽ നമ്മുടെ മനസ്സ് കുളിർക്കുകയും ആഹ്ലാദപ്പെടുകയും ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി അതൊന്ന് തുന്നിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അത് തുന്നുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല, ഇദ്ദേഹം കാലങ്ങളായി പഠിച്ചെടുത്തൊരു സ്കില്ല് കൊണ്ടാണ് എനിക്ക് ഈ കാര്യം നടന്നത് എന്ന്. അദ്ദേഹത്തെ നിസ്സാരമായി കാണുന്ന ആ മനസ്സ് നാം ചിന്തിക്കേണ്ടത് ഇവരും ഈ സമൂഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ആളുകളെ അവരുടെ വേഷത്തിൻ്റെ പേരിലോ തൊഴിലിൻ്റെ പേരിലോ ധനത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ അവരുടെ തറവാടിൻ്റെ പേരിലോ അവരുടെ രാജ്യങ്ങളുടെ പേരിലോ ഒന്നിൻ്റെ പേരിലും നമ്മൾ യാതൊരു വലുപ്പ ചെറുപ്പമില്ലാതെ ആളുകളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരൊക്കെ സ്നേഹിക്കാനും അവരോടൊക്കെ എമ്പതിയോടുകൂടി പെരുമാറാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ നല്ല ഒരു വ്യക്തിയായി മാറുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോട്, നാം ഇടപഴകുന്ന ആളുകളോട് വളരെ ഹമ്പിളായിക്കൊണ്ട്, വളരെയധികം സ്നേഹത്തോടുകൂടി, വളരെയധികം സഹാനുഭൂതിയോടുകൂടി, ബഹുമാനത്തോടുകൂടി, റെസ്പെക്റ്റോടുകൂടി, ആദരവോടുകൂടി പെരുമാറാൻ നാം പഠിക്കുക. അതിന് നാം ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിത വിജയത്തെ സഹായിക്കുന്ന 10ാമത്തെ ഒരു പോസിറ്റീവായ കാര്യവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.